അഞ്ചാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നതും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റെഡിയല്ലേ? ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ വേരിയസ് ജോബ്സ് ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്. ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ജോബ്സൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ചോദ്യം, ഈസ് എംപ്ലോയ്മെൻറ്റ് ദ ഓൺലി സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ ഫാമിലി? ഒരു ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത് ഈ ഒരു എംപ്ലോയ്മെൻറ്റ് മാത്രമാണോ? റൈറ്റ് എ ഷോർട്ട് നോട്ട് എക്സ്പ്രസിങ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചിന്ത, നിങ്ങളുടെ ഒപ്പീനിയന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒരു എംപ്ലോയ്മെൻറ്റ് മാത്രമാണോ ഒരു ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത്? അല്ല അല്ലേ? അപ്പോൾ എന്താ എഴുതാം നമുക്ക്? നോ, എംപ്ലോയ്മെൻറ്റ് ഈസ് നോട്ട് ദ ഓൺലി സോഴ്സ് ഓഫ് ഇൻകം. എംപ്ലോയ്മെൻറ്റ് മാത്രമല്ല ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. വി ഗെറ്റ് ഇൻകം ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റ്. ചിലപ്പം ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. അഗ്രികൾച്ചർ, കൃഷിയിൽ നിന്ന് കിട്ടും. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടും. ബിസിനസ്, അസറ്റ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് മാത്രമല്ല ഒരു ഫാമിലിയുടെ ഇൻകം എന്ന് പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ചോദ്യം, ലിസ്റ്റ് ദ റീസൺ ഫോർ ദ വേരിയസ് എക്കണോമിക് ഇനീക്വാളിറ്റീസ് ദ എക്സിറ്റ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന എക്കണോമിക് ഇനീക്വാളിറ്റീസിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? അൺഈക്വൽ വേജസ് അല്ലേ, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വേജ് അല്ല കിട്ടുന്നത്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഒരേ രീതിയിലല്ല. പോവർട്ടി അല്ലെ, ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് സൊസൈറ്റിയിൽ ഒരു എക്കണോമിക് ഇനീക്വാളിറ്റി നിലനിൽക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2 ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് റിലേറ്റഡ് ടു പ്ലാനറ്റ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ തന്നിട്ടുള്ളത് പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടുള്ള വർക്ക് ഷീറ്റാണ്. നെയിം ഓഫ് ദ പ്ലാനറ്റ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒന്നാമത്തെ ടേബിളിൽ. മാഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള പ്ലാനറ്റ് ആണ്? റെഡ് പ്ലാനറ്റ് ആണ്. ദെൻ ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? സാറ്റേൺ. അപ്പോൾ അവിടെ ബി ഉത്തരം എന്ന് പറയുന്നത് സാറ്റേൺ. യുറാനസ് എന്ന് പറയുന്നത് കോൾഡ് പ്ലാനറ്റ് ആണ്. അവിടെ കോൾഡ് പ്ലാനറ്റ് എന്ന് എഴുതി കൊടുക്കാം. ഡി എന്ന് പറയുന്നത് നോൺ ആസ് ദ മോർണിംഗ് സ്റ്റാർ ആൻഡ് ദ ഈവനിങ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? വീനസിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഇതിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ, ദ സൺ ഈസ് എ സ്റ്റാർ. സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണല്ലോ, അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓൾ പ്ലാനറ്റ്സ് ഹാവ് സാറ്റലൈറ്റ്. എല്ലാ പ്ലാനറ്റിനും സാറ്റലൈറ്റ് ഉണ്ട്. ശരിയാണോ? അല്ല. അതുപോലെ തന്നെ പ്ലാനറ്റ് ആർ സെൽഫ് എലുമിനേറ്റിംഗ്. പ്ലാനറ്റ് എന്ന് പറയുന്നത് ഒറ്റക്ക് പ്രകാശിക്കുന്ന സംഭവങ്ങളാണ്. അടുത്തത്, ഓൾ പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണോ? അല്ല. അപ്പോൾ ഇതൊക്കെ തെറ്റാണ്. ഇവിടെ ഈ ഒരു ദ സൺ ഈസ് എ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്ഷൻ എ മാത്രമേ ശരിയായിട്ടുള്ള ഉത്തരം ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ആക്ടിവിറ്റി ആണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ റൊട്ടേഷനും റെവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലാസിഫൈ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ റൊട്ടേഷനിൽ ഏതൊക്കെയാണ് വരുന്നത്, റെവല്യൂഷനിൽ ഏതൊക്കെയാണ് വരുന്നത്, അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് കൊടുക്കണം. ഒന്നാമത് കൊടുത്തിട്ടുള്ളത്, ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. എന്താണ്? എർത്ത് അതിൻ്റെ ഒരു സാങ്കല്പിക ആക്സിസിലാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതെന്താണ്? അത് റൊട്ടേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇവിടെ കൊടുക്കുക റൊട്ടേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് നോക്കൂ. കംപ്ലീറ്റ്സ് 1 റെവല്യൂഷൻ ഇൻ 365 1/4 ഡേയ്സ്. എന്താണ്? ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 365 1/4 ദിവസം വേണം. അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, റെവല്യൂഷൻ. ഇനി സീസൺസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതും റെവല്യൂഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതും റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ആണ് നോക്കൂ. ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ ഫിക്സഡ് ഓർബിറ്റ്. എന്താണ്? സൺ എന്ന് പറയുന്നത് അതിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റ് ഉണ്ടായിരിക്കും. അതിലാണ് റിവോൾവ് ചെയ്യുന്നത്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതും റെവല്യൂഷനിൽ എഴുതി കൊടുക്കുക, റെവല്യൂഷൻ. ഇനി അടുത്ത നോക്കൂ. ഇറ്റ് ടേക്സ് 23 hours 56 minutes and 4 seconds
ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് എന്തുമായി ബന്ധപ്പെട്ടത്? ആ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് റൊട്ടേഷനിൽ എഴുതി കൊടുക്കുക. റൊട്ടേഷൻ. ദ സൺ അപ്പിയേഴ്സ് ടു റൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ്. എന്താണ്? സണ്ണ് ഉദിക്കുന്നത് ഈസ്റ്റിലും അതുപോലെ തന്നെ അത് അസ്തമിക്കുന്നത് വെസ്റ്റിലുമാണ്. അതിൻ്റെ കാരണവും റൊട്ടേഷനാണ്. അപ്പോൾ ഇതും റൊട്ടേഷനിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇത് അതുപോലെ തന്നെ ഈ 3 പോയിന്റാണ് റൊട്ടേഷനിൽ, ബാക്കി 3 പോയിന്റും എഴുതേണ്ടത് റെവല്യൂഷനിലുമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇതിലെ ബി ചോദ്യം. എ ചൈൽഡ് ലിവിംഗ് കേരള വാച്ച് അറ്റ് നൈറ്റ് ദ ലീവ് ടെലികാസ്റ്റ് ഓഫ് ദ കോപ്പ അമേരിക്ക മാച്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ന്യൂയോർക്ക് US ഡ്യൂറിങ് ദ ഡേ. ഒരു കുട്ടി, കേരളത്തിലെ ഒരു കുട്ടി കോപ്പ അമേരിക്ക കാണുകയാണ്, ന്യൂയോർക്കിലാണ് നടക്കുന്നത്. ആ സമയത്ത് അവിടെ എന്താണ്? USA ഡേ ടൈം ആണ്. വിച്ച് മൂവ്മെന്റ് ഓഫ് ദ എർത്ത് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് നമുക്ക് രാത്രിയാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പകലാവുമ്പോൾ അവർക്ക് രാത്രിയാവുന്നത്? അതിൻ്റെ കാരണം എന്താണ്? റൊട്ടേഷൻ നടക്കുന്നത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ അവിടെ റൊട്ടേഷൻ എന്ന് എഴുതി കൊടുക്കുക. റൊട്ടേഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഇനി നെക്സ്റ്റ് വണ് 4th ആക്ടിവിറ്റി ആണ്. Law is the accepted set of rules and regulations laid down for the existence and smooth functioning of society. ഒരു സമൂഹത്തിൻ്റെ, ഒരു സൊസൈറ്റിയുടെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനും അതിൻ്റെ നിലനിൽപ്പിനും ആവശ്യമായിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്? റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത്. ദെൻ കംപ്ലീറ്റ് ദ ഡയഗ്രാം റിലേറ്റഡ് ടു ലോസ്. അപ്പോൾ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അൺറിട്ടൺ ലോസ്, അതുപോലെ തന്നെ ലോസ് ഫോംഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡീസ്. ഓക്കെ, അപ്പോൾ അൺറിട്ടൺ ലോസിൽ എന്താ വരിക? ലോസ് ദാറ്റ് ആർ ഷേപ്ഡ് ബൈ സോഷ്യൽ കോൺഫ്ലിക്റ്റ്. ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഷേപ്പ് ചെയ്യുന്ന ലോസ് ആണ് അൺറിട്ടൺ ലോസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇതിൽ എഴുതിയിട്ടുണ്ടാവണം എന്നില്ല. നെക്സ്റ്റ് വൺ ലോസ് ഫോർമുലേറ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡീസ് ആണ്. ലോസ് ഫോർമുലേറ്റഡ് ത്രൂ സിസ്റ്റമാറ്റിക് മെക്കാനിസം. ഒരു സിസ്റ്റമാറ്റിക് മെക്കാനിസത്തിലൂടെ ഉണ്ടായിട്ടുള്ള ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ലോസ് എന്ന് പറയുന്ന 2 രീതിയിലുള്ള നിയമങ്ങളാണ് ഉള്ളത്. ഇനി ഇതിലെ ബി ചോദ്യം. Write any 2 rules, guidelines that children must follow for the smoothening function of the school. ഒരു സ്കൂളിൻ്റെ സ്മൂത്തനിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികൾ ചെയ്യേണ്ട എന്തെങ്കിലും 2 റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാൻ നമുക്ക്? വിയർ സ്കൂൾ യൂണിഫോം അല്ലേ? സ്കൂൾ യൂണിഫോം നമ്മൾ ധരിച്ചു പോകണം. അതുപോലെ തന്നെ അറ്റൻഡൻസ് ഈസ് കമ്പൽസറി. അറ്റൻഡൻസ് എന്ന് പറയുന്നത് എന്താണ്? കമ്പൽസറി ആയിട്ടുള്ള ഒന്നാണ്. റെസ്പെക്ട് യുവർ ടീച്ചർ. നിങ്ങൾ ടീച്ചറൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. ഇനി വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ്? കുട്ടികളുടെ റൈറ്റുമായി ബന്ധപ്പെട്ട ഏത് ലോ ആണ് താഴെ കൊടുത്തതിലുള്ളത്? ചൈൽഡ് റൈറ്റ് ആക്ട്, ട്രാഫിക് ലോസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആക്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ചൈൽഡ് റൈറ്റ് ആക്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി 5ാമത്തെ ചോദ്യം. ഫുഡ് ഈസ് ദ ബേസിക് റൈറ്റ് ഓഫ് എവ്രി ഹ്യൂമൻ ബീയിങ്. ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ഒരു ബേസിക് ആയിട്ടുള്ള നീഡാണല്ലേ? There are thousands of people in many parts of the world do not get a single meal to sustain life. അപ്പോൾ ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ എന്താണ്? മനുഷ്യന് ഭക്ഷണം കിട്ടാതെ, അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ദെൻ എ ചോദ്യം. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഫുഡ് ഡേ? ഏത് ദിവസമാണ് വേൾഡ് ഫുഡ് ഡേ എന്ന് അറിയപ്പെടുന്നത്? ഇതിലെ ഓപ്ഷൻസ് ഒക്ടോബർ 16, ജൂൺ 12, സെപ്റ്റംബർ 16. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഒക്ടോബർ 16th ആണ്. ഓക്കെ, ഒക്ടോബർ 16th ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബി ചോദ്യം. റൈറ്റ് എ നോട്ട് ഓൺ ദ റീസൺ ഫോർ പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. ഈ ദാരിദ്ര്യവും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച്, വാർ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇനിക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, കലാമിറ്റീസ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അധികവും പോവർട്ടി ഒക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി സി ചോദ്യം. പ്രിപ്പയർ പ്ലക്കാർഡ്സ് ഫോർ ദ റാലി ടു ബി ഓർഗനൈസ്ഡ് ഇൻ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഫുഡ് ഡേ. വേൾഡ് ഫുഡ് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളിൽ നടക്കുന്ന റാലിയിലേക്കുള്ള പ്ലക്കാർഡാണ് ഉണ്ടാക്കേണ്ടത്. എന്തൊക്കെ എഴുതാം? ഗുഡ് ഫോർ ഗുഡ് ഹെൽത്ത് അല്ലെ? നല്ല ഭക്ഷണം നല്ല ആരോഗ്യമാണ്. റെസ്പെക്ട് ഫുഡ്, റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് ഹങ്കർ. എന്താണ്? ഭക്ഷണത്തെ നമ്മൾ ബഹുമാനിക്കുക, വേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കുറയ്ക്കുക, അതുപോലെ തന്നെ ആ ഒരു വിശപ്പ് ഇല്ലാതാക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് വൺ 6th ക്വസ്റ്റ്യൻ ആണ്. 6th എ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് റിവേഴ്സ് ഇൻ കറക്റ്റ്? എന്താണ്? റിവേഴ്സിനെ കുറിച്ചിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഇൻ കേരള ഫ്ലോസ് ഫ്രം
വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് കേരളത്തിൽ അധികം റിവേഴ്സും ഒഴുകുന്നത്. ശരിയാണോ? അല്ല. നെക്സ്റ്റ് വണ്, റിവേഴ്സ് ഇൻ കേരള ഒറിജിനേറ്റ് ഫ്രം ദ ഹൈലാൻഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് ശരിയാണ്. ബി എന്ന് പറയുന്നത് ശരിയാണ്. ഇനി മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഇൻ കേരള ഫ്ലോ ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ, അധികം ബേ ഓഫ് ബംഗാളിലേക്കാണ് പോകുന്നത്. ആണോ? അല്ല, അറേബ്യൻ സീയിലേക്കാണ് അല്ലേ. അപ്പോൾ അതും തെറ്റാണ്. റിവേഴ്സ് ഇൻ കേരള ഫ്ലോ അബണ്ടൻ്റ്ലി ത്രൂ ഔട്ട് ദ ഇയർ, എന്താണ്? വർഷം മുഴുവൻ നന്നായിട്ട് ഒഴുകുന്നുണ്ടോ? ഇല്ല. എന്താണ്? വർഷക്കാലം എത്തുമ്പോൾ അതൊക്കെ ഒഴുക്കൊക്കെ നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി ഗവൺമെന്റ് സ്കീംസ് ടു പ്രൊട്ടക്ട് വാട്ടർ റിസോഴ്സസ് ആൻഡ് എൻഷുർ ഫ്രഷ് വാട്ടർ സപ്ലൈ ആർ ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ഗവൺമെന്റിന് ഒരുപാട് സ്കീമാണ് എന്തിനുള്ളത്? വാട്ടർ റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ അറേഞ്ച് ദം സ്യൂട്ടബിൾ, അതിനെന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് വണ്, ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് ഹരിത കേരള മിഷൻ്റേതാണ്. ഓക്കെ, ഹരിത കേരള മിഷൻ. ഇനി തെളിനീരൊഴുകും നവകേരളം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിൻ്റെതാണ്. ദെൻ ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിൻ്റെതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇത് മാച്ച് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ഇതിൻ്റെ പേരെഴുതാനും പറയാം. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിലെ സി ചോദ്യം, റൈറ്റ് എ മെത്തേഡ് ടു പ്രിവെന്റ് പൊല്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്. വാട്ടർ റിസോഴ്സസിനെ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ് എഴുതാനാണ്. പ്രോപ്പർ വാട്ടർ ഡിസ്പോസൽ നടത്തുക, അതുപോലെ സ്മാർട്ട് ഗാർഡനിങ്ങും നടത്തുക. ഓക്കെ, ഈ വെള്ളമൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് ഗാർഡൻ ഉണ്ടാക്കി അതിലേക്ക് ഒഴുക്കി വിടുക. ഇനി 7ാമത്തെ ആക്ടിവിറ്റി, എ സേഫ് ആൻഡ് സെക്യൂർ ചൈൽഡ്ഹുഡ് ഈസ് ദ റൈറ്റ് ഓഫ് എവ്രി ചൈൽഡ്. എല്ലാ കുട്ടികളുടെയും അവകാശമാണ് നല്ല സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ബാല്യകാലം എന്ന് പറയുന്നത്. ദർ ആർ സെവറൽ ലോസ് ആൻഡ് സിസ്റ്റംസ് ഇൻ പ്ലേസ് ടു പ്രൊട്ടക്ട് ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ ചൈൽഡ് റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ലോസും അതുപോലെ തന്നെ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ലിസ്റ്റ് ദ മെയിൻ ഐഡിയാസ് നെസസറി ടു പ്രിപ്പയർ വോൾ മാഗസിൻ ഇൻ ദ ക്ലാസ് ഓൺ ചൈൽഡ് റൈറ്റ്സ്. ചൈൽഡ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഐഡിയാസ് ഏതൊക്കെയാണ്? ഒന്ന്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് 1986, കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇതിനുമായി ബന്ധപ്പെട്ട ലോസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് വണ്, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ആൻറ്റി ചൈൽഡ് ലേബർ ഡേ. എന്നാണ് ആൻറ്റി ചൈൽഡ് ലേബർ ഡേ എന്നാണ് ചോദിക്കുന്നത്. നവംബർ 20, നവംബർ 14, ജൂൺ 12, സെപ്റ്റംബർ 5. ഏതാണ്? ജൂൺ 12 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കി. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.